നമസ്കാരം. വോട്ട് വഴി ഇപ്പോഴുള്ളത് പാലക്കാട് മണ്ഡലത്തിലെ കുളപ്പുള്ളി എന്ന പ്രദേശത്താണ്. ഇത്തവണ പാലക്കാട് ആര് നേടും? ഈ കുളപ്പുള്ളിയിലെ പ്രദേശത്തുകാരുടെ ഒരു പ്രതികരണങ്ങൾ എടുക്കാം ആദ്യം. ചേട്ടാ, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഇവിടെയുള്ള ഒരു വേവ്? ഇത്തവണ ഇവിടെ എം പി രാജേഷ് തന്നെയാണ് ഇപ്രാവശ്യം വരും. കേരളം ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങി നിർത്തിയത് നമ്മുടെ LDF ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ എം പി രാജേഷേട്ടൻ കൂടുതൽ ഭൂരിപക്ഷം എം പി രാജേഷേട്ടൻ. പാലക്കാട് പറഞ്ഞ വികസനം എന്ന് പറഞ്ഞാൽ എം പി രാജേഷ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. വികസനം പറഞ്ഞാൽ എം പി രാജേഷിനാണ്. എം പി രാജേഷിന്റെ ഇതാണ് ഇവിടെ ഇപ്പം നമ്മുടെ തരംഗമായിട്ട് കാണുന്നത്. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എം പി രാജേഷ് ആണ് ജയിക്കാനുള്ള സാധ്യത. എത്രത്തോളം ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വരവൊക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? രാഹുൽ ഗാന്ധിയുടെ വരവ് അത്ര പ്രത്യേകിച്ചൊന്നും ബാധിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ട്രെൻഡായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എം പി രാജേഷ് ചരിത്ര വിജയം തന്നെ നേടും. അതുകൊണ്ട് ഓർമ്മ വെച്ച കാലം മുതലേ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ നിന്ന ചരിത്രമേ ഉള്ളൂ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഈ 2009 വലിയൊരു ഭൂരിപക്ഷം ഒന്നും എം പി രാജേഷിനുണ്ടായിരുന്നില്ല. പക്ഷേ 2014 വന്നപ്പോൾ നമുക്കറിയാം വീരേന്ദ്രകുമാർ ആയിരുന്നു അത്രയധികം മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ടായിരിക്കുമോ ഭൂരിപക്ഷം കൂടി? ഇത്തവണ ഭൂരിപക്ഷം കുറയും തോന്നുന്നുണ്ടോ? ഇപ്രാവശ്യം എന്ത് അടിയൊഴുക്കുണ്ടായാലും ഭൂരിപക്ഷം കൂടുള്ളൂ എം പി രാജേഷിന്. എന്തുകൊണ്ടാണ്? അത് സാധാരണക്കാര ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ശബരിമല വിഷയമൊന്നും ഇവിടെ ബാധിക്കില്ല. എന്ത് വിഷയം ഉണ്ടായാലും വേണ്ടില്ല, ഇവിടെ എം പി രാജേഷാ ജയിക്കുക. ശബരിമല വിഷയമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ഇവിടെ? അതൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ലേ? ബാധിക്കില്ല. എന്തായാലും ശക്തമായി തന്നെ എം പി രാജേഷ് തന്നെ ഇവിടെ ഇത്തവണയും വീണ്ടും 3ാം തവണയും വരും എന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് നൽകുന്നത്. എന്തായാലും മറ്റൊരു പ്രദേശത്തു നിന്നും വോട്ട് വഴിയിൽ വീണ്ടും കാണാം.